Hello, good morning. Good morning, teacher. How are you? എന്താണ് നിങ്ങൾ വന്നിട്ടുള്ളൂ? കാണാൻ ഇതെല്ലാം രണ്ടുപേര് 2-3 പേരും കൂടി കാണാനുണ്ട്. ഓക്കെ, ഒരു വരട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയിരിക്കുന്നത്? പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? അറിയാ? Management of spillage waste. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ സ്പില്ലേജ് വേസ്റ്റുകളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു കുറച്ച് പേജ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം കോമൺ ആയിട്ട് കുറെ എങ്ങനെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റുകൾ, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അത് ഓരോന്നും ഏത് രീതിയിൽ ഹൗ ക്യാൻ വി കൺട്രോൾ ഓർ മാനേജ് ഇറ്റ്, ഓരോ രീതിയിൽ ഓരോന്നിനെയും ഓരോ പ്രത്യേക രീതിയിലാണ് അതെല്ലാം നമ്മൾ എന്താ പറയാ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത്. എല്ലാം ഒരുപോലെയല്ല. എന്നാൽ ചില വേസ്റ്റുകളെല്ലാം തന്നെ, ചില സ്പില്ലേജ് വേസ്റ്റുകളെല്ലാം തന്നെ കോമൺ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ചില രീതികളുണ്ട്. എല്ലാം ഒരേപോലെ നമുക്ക് ഹാൻഡിൽ ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അതേ റിസ്ക് ഫാക്ടർ അല്ല നമ്മളുടെ എന്താ പറയാ ലബോറട്ടറിയിലെ കെമിക്കൽസ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ വരുന്നത്, അല്ലെ? എല്ലാം അതിൻ്റെതായ ഡേഞ്ചറസ് അല്ലെങ്കിൽ ഹാർംഫുൾനെസ് ഒക്കെ ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെ ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ടൈപ്സ് ഓഫ് സ്പില്ലേജുകൾ ഹൗ ക്യാൻ ബി ഹാൻഡിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി എടുക്കേണ്ട സ്റ്റെപ്സ് ഒക്കെ നമ്മൾ 4 പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു 4 എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു 4 പറയാമോ ഒന്നുകൂടി? Blood and body fluid spillage. Blood and body fluid spillage. പിന്നെ mercury spillage waste management. Mercury spillage waste management. പിന്നെ sharp spillage waste management. Sharp spillage waste management. And the last one, fourth one, chemical spillage management. Chemical spillage waste management. ഇങ്ങനെ 4 എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇതാ മെയിൻ ഒറ്റ എന്താ പറയാ ഫ്രേസിൽ എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളില്ലേ, അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതായിട്ടേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുള്ളൂ. പിന്നെ കുറച്ച് സ്റ്റെപ്പുകൾ തന്നിട്ട് ഇതിനകത്ത് പെടുന്നത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ഇതിന് ഇൻക്ലൂഡ് ആകാത്തത് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആകാം. അല്ലാതെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാതെ വലിയ നീണ്ട രീതിയിലുള്ള ആൻസേഴ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തിക്കുക. പിന്നെ നമുക്ക് കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ കുറിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് എന്താ പറയാ ഷാർപ്സ് ആയാലും കെമിക്കൽസ് ആയാലും അതുപോലെ മെർക്കുറി സ്പില്ലേജ് ആയാലും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആയാലും കോമൺ ആയിട്ട് ചില വേസ്റ്റുകൾ എല്ലാത്തിനും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കോമൺ സ്റ്റെപ്സ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. എല്ലാത്തിലും PPE നമ്മൾ ഉപയോഗിക്കണം. അതായത് ഇത്തരം സ്പില്ലേജിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, ഓടി ചെന്ന് അതിനകത്തേക്ക് എന്താണ് വീണേക്കണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് എന്താ പറയാ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ പേഴ്സണൽ എന്താ പറയാ പ്രൊട്ടക്ഷൻ കൂടി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അത് കുറച്ച് എല്ലാത്തിലും കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ബിഫോർ ദാറ്റ്, അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് എന്നൊന്ന് വെറുതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫ്ലോ ചാർട്ട് ആയിട്ട് നെക്സ്റ്റ് പേജിൽ നമുക്ക് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യത്തിന് മുമ്പ് ആദ്യം പറഞ്ഞേക്കട്ടെ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ചാപ്റ്റർ ഒന്ന് തീർക്കാൻ വേണ്ടി, ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി, കാരണം അന്ന് അത് കഴിഞ്ഞാല് ഞങ്ങൾ ഓൾറെഡി നമ്മള് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അല്ലെ, റിവിഷൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് അശ്വതി ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് 2-3 ചാപ്റ്റേഴ്സ് അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒപ്പം എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഒപ്പം റിവിഷൻസ് തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റുള്ളൂ. റിവിഷൻ തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനുള്ള നിങ്ങൾക്ക് കിട്ടേണ്ട പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോകും, സ്റ്റഡി ലീവ് കുറഞ്ഞു പോകും.
അപ്പൊ അതനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി ടീച്ചറിന്റെ ഒരു ടോപ്പിക് വാങ്ങിച്ച് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. അപ്പൊ അത് ഒപ്പം നിൽക്കാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും ഇന്ന് ഈ ഒരു ബുധനാഴ്ച ഇത് വെനസ്ഡേയോടുകൂടി എല്ലാവരെയും തരും. ഞാനിപ്പോ ഇന്ന് എന്ത് ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നത് ഈ ഒരു 2 ക്ലാസ് എനിക്ക് കിട്ടിക്കായിരുന്നു. മീൻസ് ഇതും അടുത്ത നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ഞാൻ ക്യാരി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ക്ലോസ് ദിസ് ചാപ്റ്റർ. എനിക്കിത് തീർക്കാൻ പറ്റും ഈ ഒരു ചാപ്റ്റർ. കാരണം ഒരു 6 പേജ് ഉള്ളൂ. അപ്പൊ 3 പേജ് വീതം നമുക്ക് 1 hour ഉണ്ട്. 2 മണിക്കൂർ കൊണ്ട് തീർക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യമേ തന്നെ പോയി പറഞ്ഞേക്കുന്നതാണ് ഈ ക്ലാസ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് തരാട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സാധാരണ പോലെ തന്നെ ടൈം അന്ന് നമ്മൾ ഒരേ ക്ലാസ് തന്നെ ക്യാരി ഓൺ ചെയ്യുന്നുള്ളൂ. ടൈം ഒക്കെ നിങ്ങൾക്ക് തരുന്ന പോലെ 5 മിനിറ്റ് ബ്രേക്ക് 5 10 മിനിറ്റ് ഒക്കെ ബ്രേക്ക് ഒരു ഗ്യാപ്പിൽ തരാം. അത് കുഴപ്പമില്ല. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 മണിക്കൂർ ഇരുന്ന് ഞാൻ എടുക്കാൻ പോകില്ല. ഒരു 5 മിനിറ്റ് ഇടയിൽ 5-6 മിനിറ്റ് ഒക്കെ തരാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. അടുത്ത ദിവസങ്ങളിൽ രമ്യ ടീച്ചറും ആ ടീച്ചറിന്റെ ക്ലാസ് ആ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തീരുന്ന പറഞ്ഞത്. അശ്വിനി ടീച്ചറും അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് തീർക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ആഴ്ച കൂടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റിവിഷൻസ് കൂടി തീർത്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത് പഠിക്കാൻ വേണ്ടി ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയിൽ ഒരു സ്റ്റഡി ലീവ് വേണമല്ലോ. അപ്പൊ ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം നടത്തുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് നേരത്തെ പറയൂട്ടാവും. അവർ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് തരും. അപ്പൊ അത് ഞാനൊന്ന് ആദ്യം പറഞ്ഞതാ. ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെ ഇരിക്കും ഇതൊക്കെ ടീച്ചർ പോകാത്ത. അപ്പൊ അത് ആദ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒരു സ്പില്ലേജ് കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിന്റെ ഒരു ചാർട്ട്, ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് when the chemicals are spilled, ഈ കെമിക്കൽസ് ആണ് സ്പില്ലേജ് ആയിട്ട് വരുന്നതെങ്കിൽ, അതായത് ചോർന്ന് പോയിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് they have to check whether it is that spillage is minor or major. അതാണ് ആ ചാർട്ട് പോലെ കൊടുത്തേക്കണം. ആദ്യം തന്നെ നമ്മളൊന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. എന്ത് ചെക്ക് ഔട്ട് ചെയ്യണം? അത് ആ സ്പില്ലേജ് വന്നിരിക്കുന്നത് മൈനർ ആണോ മേജർ ആണോ, ചെറിയ രീതിയിലുള്ള ചെറിയ തോതിലുള്ള ലീക്കേജ് ആണോ അല്ലെങ്കിൽ വൻതോതിലുള്ള ലീക്കേജ് ആണോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. ഇഫ് മൈനർ ആൻഡ് ഇഫ് മേജർ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ അത് മൈനർ ആകാം, ചെറിയ രീതിയിലുള്ള ഒരു ചോർച്ചയാകാം. എന്നാൽ ഇഫ് ഇറ്റ് ഇസ് മേജർ, കുറച്ചും കൂടുതൽ പാർട്ട് എങ്ങനെ സ്പില്ലേജ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 2 രീതിയിലും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് പറഞ്ഞേക്കണം. ഇഫ് ഇറ്റ് ഈസ് മൈനർ സ്പില്ലേജ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ താഴെ ആരോ മാർക്ക് ഇട്ടേണ്ടത് കാണാൻ പറ്റുന്ന നോട്ട്, പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് കാണുന്നുണ്ടോ? ഹലോ, പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് കാണുന്നുണ്ടോ? ഹലോ, ഹലോ, എന്തോ ടീച്ചർ പറഞ്ഞു? ഞാൻ പറയുന്നത് കേൾക്കണില്ല? ഓ, ഇപ്പൊ പറഞ്ഞ കേട്ടില്ല ടീച്ചർ. എന്തോ പറഞ്ഞ ടീച്ചർ? അതെ, അതത് അങ്ങനെ പറ്റിപ്പോയി. അതെ, ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന നോട്ട് നമുക്ക് നിങ്ങൾക്ക് വിസിബിൾ ആണോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ടീച്ചർ, ഉണ്ട്. ഓക്കെ. അപ്പൊ നോക്കാം നമുക്ക്. ഇഫ് ദ കെമിക്കൽ സ്പില്ലേജ് ഈസ് മൈനർ, അതായത് വളരെ ചെറിയ തോതിലാണ് കെമിക്കൽ സ്പില്ലേജ് വന്നിരിക്കുന്നതെങ്കിൽ, അത് കെമിക്കൽസ് സ്പ്രെഡ് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നോട്ടിഫൈ എന്നുള്ള വാക്ക് അവിടെ നിന്ന് വിട്ടുപോയിക്കാണ്. കുറച്ചും കൂടി എനിക്ക് ഇവിടെ ഇട്ടിട്ട് ഇവിടെയും ഉണ്ട്. നോട്ടിഫൈ അതേഴ്സ് ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അതായത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അറിയിക്കുക. അത് ചെറുതായാലും വലുതായാലും 2 രീതിയിലായാലും അറിയിക്കണം. മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇങ്ങനെ ഒരു സ്പില്ലേജ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക. അത് ആരെയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ്. സേഫ്റ്റി മെഷേഴ്സ്, അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് സുരക്ഷാ പ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സുരക്ഷാ പ്രവർത്തനങ്ങൾ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ അറിയിക്കുക. അവരെയും കൂടി അറിയിക്കണം. ലോകത്തുള്ള എല്ലാവരും അറിയിച്ചിട്ട് സേഫ്റ്റി ഓഫീസേഴ്സിനെ മാത്രം അറിയിക്കാതിരുന്ന കാര്യമില്ല, അവരെയാണ് അറിയിക്കേണ്ടത്. സോ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ചിലപ്പോൾ ഓടിയൊക്കെ ഇതിനകത്തോട്ടേക്ക് വരാനായിട്ട് ഈ കെമിക്കൽ സ്പില്ലേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ചിലപ്പോൾ അറിയാതെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം, ഇതിലൂടെ പാസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടേക്കൊക്കെ പെട്ടെന്ന് ആളുകൾ വരാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ അത് നോട്ടീസ് ചെയ്യിപ്പിക്കുക. കൂടാതെ അതോടൊപ്പം തന്നെ നമ്മളുടെ സേഫ്റ്റി ഓഫീസേഴ്സിനും അത് അറിയിക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം അത് ആ ഏരിയ, പർട്ടിക്കുലർ ഏരിയ വേർ ദാറ്റ് മൈനർ സ്പില്ലേജ് ഓഫ് കെമിക്കൽ ഈസ് ഡൺ, എവിടെയാണോ ആ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് അത്തരം ഒരു ഏരിയ പെട്ടെന്ന് തന്നെ അത് ഐസൊലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് ഒറ്റപ്പെട്ടതാക്കുക. എന്ന് വെച്ചാൽ അത് ആ ഒരു ഏരിയ ആരും അങ്ങോട്ട് പോകാതെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു യൂസ്, എല്ലാവരും തന്നെ അത്തരം ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നവരൊക്കെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുക. അവരുടെ കൂടെ അതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
പിന്നെന്താ ചെയ്യേണ്ടത്? കൺട്രോൾഡ് സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ, അതായത് ഏതെങ്കിലും രീതിയിൽ അതിനെ സ്പില്ലായിരിക്കുന്ന ആ ഒരു ചോർന്ന് പോയിരിക്കുന്ന സാധനത്തെ എന്തെങ്കിലും കണ്ടെയ്ൻമെന്റിലേക്ക് മാറ്റാനായിട്ട് നോക്കുക. അതിനുള്ള കൺട്രോളിംഗ് മെഷേഴ്സ് എടുക്കുക. പിന്നെ മാത്രമല്ല, ദേ ക്യാൻ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. എന്തെങ്കിലും തരത്തിലുള്ള ആസിഡ്സോ അല്ലെങ്കിൽ ആൽക്കലീസോ ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആ ഒരു പ്ലേസ് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. കൂടാതെ അബ്സോർബന്റ് പാഡ്സ് അതിനകത്തേക്ക് വിതറുക. കാരണം അതിനോടൊപ്പം തന്നെ അബ്സോർബ് ചെയ്ത് ആ പാഡ്സിലേക്ക് അബ്സോർബ് ചെയ്ത ആ കെമിക്കൽസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് അതിനകത്തേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ ഉപയോഗിച്ച് ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. അതിനുശേഷം യൂസ് ആസിഡ്സ് ഓർ ആൽക്കലീസ്. ഇത് ആസിഡ്സോ ആൽക്കലീസോ ഉപയോഗിക്കാം ആ പ്ലേസിൽ. മാത്രമല്ല അബ്സോർബന്റ് പാഡ്സും നമുക്ക് അവിടെ എന്താ പറയാ ഇടാം. ഇനി അതിനുശേഷം എന്താ ചെയ്യണം? ഇതെല്ലാം ഈ മെറ്റീരിയൽസ് എല്ലാം, അതായത് നമ്മൾ ഈ അബ്സോർബന്റ് പാഡ്സ് ഒക്കെ ഇട്ടിട്ട് അവിടെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്, ഇതെല്ലാം തന്നെ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. അതായത് ഹോസ്പിറ്റൽസിന് ചില ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ റെഗുലേഷൻസ് ആൻഡ് റൂൾസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സ്പില്ലേജുകൾ പറഞ്ഞപ്പോൾ തന്നെ. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച്, അത്തരം റൂൾസ് ഉപയോഗിച്ച് തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഡിസ്കാർഡ് ദം അക്കോർഡിംഗ് ടു ദ റൂൾസ്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഡിസ്കണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. അണുവിമുക്തമാക്കുക, അല്ലെങ്കിൽ വിഷ നിറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് ആ വിഷരഹിതമാക്കാനായിട്ട്, ആ പർട്ടിക്കുലർ ഏരിയ വിഷരഹിതമാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കാം. ആൻഡ് റേസ് ഇൻസിഡന്റ് ഫോംസ്. ഇത്തരം ഇൻസിഡന്റ് എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ആ ഇൻസിഡന്റ് ഉണ്ടായത്, അതിനെ കുറിച്ചൊരു ഫോം തയ്യാറാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു മൈനർ ആയിട്ടുള്ള കെമിക്കൽസ് സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് അതിന്റെ സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സ് നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് പോലെ തന്നിരിക്കുന്നു എന്നുള്ളൂ. അപ്പൊ ചാർട്ട് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. മൈനർ ആണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ് ഇമ്മീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് ദ സേഫ്റ്റി ഓഫീസേഴ്സ് ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാര്യത്തെ കുറിച്ച് അറിയിക്കുക. പിന്നെ ഐസൊലേറ്റ് ദ ഏരിയ, ആ പ്രത്യേക ഏരിയ ഐസൊലേറ്റ് ചെയ്യുക. യൂസ് PPE, TO എന്നതാണ് യൂസ് PPE. എല്ലാവരും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. കൺട്രോൾ ദ സ്പിൽ ലിക്വിഡ് ബൈ കണ്ടെയ്ൻമെന്റ് സ്പിൽ ഉപയോഗിച്ച് ഇതെല്ലാം വരെ കൺട്രോൾ ചെയ്യുക. മാത്രമല്ല യൂസ് ആസിഡ്സ് ഓർ ആൽക്കലീസ് ആൻഡ് പ്ലേസ് ദ അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് കവർ ചെയ്യുക. പിന്നെ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ, ക്ലീൻ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം തന്നെ അവരുടെ പ്രിൻസിപ്പൽസ് ആൻഡ് റൂൾസ് അനുസരിച്ച് അത് ഡിസ്കാർഡ് ചെയ്യാനുള്ള വഴി നോക്കുക. പിന്നെന്താണ്? ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. വിഷമുക്തമാക്കുക, മാത്രമല്ല പർട്ടിക്കുലർ ഏരിയ ക്ലീൻ ചെയ്യുക. ആൻഡ് റേസ് ഇൻഷുറൻസ് ഫോംസ്, അതായത് ആ പ്രത്യേക സംഭവത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ചൊരു ഫോം തയ്യാറാക്കുക. എന്നുവെച്ചാൽ എന്തുകൊണ്ട് അത് സ്പില്ലേജ് വന്നു, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, അത് എന്താണെന്ന്, ആ ഒരു കാരണം എന്താണെന്ന് കണ്ടെത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താ, അത്തരം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് എവിടെയെങ്കിലും നമ്മളത് സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ കാര്യങ്ങൾ. ആൻഡ് ഇഫ് കെമിക്കൽ സ്പ്രെഡ് ഓർ കെമിക്കൽ സ്പില്ലേജ് ഈസ് മേജർ, എന്നാൽ ഇത് ഒരു വലിയ ഒരു തോതിലുള്ള ഒരു സ്പില്ലേജ് ആണെങ്കിലോ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട സ്റ്റെപ്സ് ആണ്. അതിന്റെ താഴെ ആരോമാർക്കായിട്ട് കൊണ്ടിരിക്കുന്നത് നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ വേഗം തന്നെ വിവരം അറിയിക്കുക. ആൻഡ് ദെൻ ഇവാക്യുവേറ്റ് ദ ഏരിയ, പെട്ടെന്ന് എന്താ പറയാ എക്സിറ്റ് ദാറ്റ് ഏരിയ അല്ലെങ്കിൽ എവിക്റ്റ് ദാറ്റ് ഏരിയ, പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ മാറിപ്പോകുക. പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻട്രിങ് ദ ഏരിയ, നമ്മൾ മാറിപ്പോകുക മാത്രമല്ല, വേറെ ഉള്ളവരൊക്കെ അതിനകത്ത് ചെന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല, മറ്റുള്ളവർ ആരെങ്കിലും അത്തരം ഏരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ you have to prevent them, അവരെ നമ്മൾ തടയണം എന്നുള്ളതാണ്. പിന്നെ വാച്ച് ഫോർ ഫയർ ഇൻ ഫ്ലേമബിൾ, അതായത് ഇനി ഈ സ്പിൽ ചെയ്തിരിക്കുന്ന കെമിക്കൽസ് ഇഫ് ഇറ്റ് ഇസ് ഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ തീപിടുത്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അതായത് പെട്ടെന്ന് തീക്ക് എന്താ പറയാ തീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് എളുപ്പുന്ന സാധ്യതയുള്ള ഒരു കെമിക്കൽ ആണ് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വി ഹാവ് ടു മാനേജ് ഇറ്റ് പ്രോപ്പർലി, അല്ലെ? വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യണം. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഗ്യാസ് ഒക്കെ സ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ എന്താ പറയാ ഭയങ്കര ഗ്യാസിന്റെ സ്മെല്ല് തോന്നുന്നു. അപ്പൊ തന്നെ ഓടിച്ചു വന്നിട്ട് നമ്മൾ ലൈറ്റ് ഇതൊക്കെയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ പറ്റുമെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള വിൻഡോസും ഡോർസും ഒക്കെ നമുക്ക് തുറന്നിടാം, അല്ലെ? ദാറ്റ് മീൻസ് അപ്പോ അവിടെ അതിനകത്ത് ഏതെങ്കിലും രീതിയിലെ ഗ്യാസ് ഫോം അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിലീസ് ദാറ്റ് ഗ്യാസ് ഔട്ട്സൈഡ്, അല്ലെ? പുറത്തേക്ക് അത്തരം ഗ്യാസുകളൊക്കെ പുറത്തേക്ക് എമിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതങ്ങനെ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ കിടന്നതിന് ശേഷം
മാത്രമാണ് നമ്മൾ ലൈറ്റ് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ കത്തുന്ന എന്തെങ്കിലും സാധനങ്ങളെ പറ്റി ഗ്യാസ് ഓൺ ആക്കാനൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ചെയ്യരുത് എന്നാണ് അല്ലെ. ഓൾറെഡി എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്ലോ സ്മെൽ ഓഫ് ദ ഗ്യാസിന്റെ സ്മെല്ല് ഇല്ല എങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ വിൻഡോസ് എങ്കിലും ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, അപകടങ്ങൾ വരുന്നതിനേക്കാളും നല്ലത് നമുക്കതൊക്കെ എന്താ പറയാ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോഴാണ് പിന്നീട് അതൊരു കാര്യങ്ങൾ നമ്മൾ അയ്യോ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർ പറഞ്ഞു തന്നറിയും അല്ലെ. ഒത്തിരി ഇന്നത്തെ കാലത്ത് ഒരുപാട് മീഡിയാസ് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്താൽ വി ക്യാൻ അവോയ്ഡ് മെനി ഡാമേജസ്, മെനി ആക്സിഡൻസ്, പലതരത്തിലുള്ള അപകടങ്ങളും ഇൻസിഡൻസും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഇഫ് രണ്ട് രീതിയിലുള്ള കെമിക്കൽ സ്പില്ലേജ്, ഇഫ് ഇറ്റ് ഈസ് മൈനർ ഓർ മേജർ, ബോത്ത് ആർ ഡേഞ്ചറസ്. രണ്ടും ഡേഞ്ചറസ് തന്നെയാണ്, മൈനർ ആയിക്കോട്ടെ മേജർ ആയിക്കോട്ടെ. സോ വൈൽ കെമിക്കൽ സ്പില്ലേജ്, ഇത്തരം കെമിക്കൽ സ്പില്ലേജുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ദീസ് സ്റ്റെപ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതനുസരിച്ച് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അത് ആ കെമിക്കൽ സ്പില്ലേജ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്ന് ഫ്ലോ ചാർട്ട് രൂപത്തിൽ അവരവിടെ തന്നു എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലോ ചാർട്ടുകൾ കുറച്ചുകൂടി നമുക്ക് കണ്ണില് എന്താ പറയാ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറാൻ സാധ്യതയുള്ളത്. ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ടുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനുവേണ്ടി തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കെമിക്കൽ സ്പില്ലേജ്. അതൊരു ഫ്ലോ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പില്ലേജ് മാനേജ്മെന്റ്. അടുത്തത് ഏതാണ്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് മാനേജ്മെന്റ് ആണ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് മാനേജ്മെന്റ്. ഇനി ഈ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സുകളാണ്, അതായത് വിച്ച് ആർ വെരി ഹാർംഫുൾ ടു അവർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. നമുക്കും നമ്മുടെ ഹെൽത്തിനും എന്താ പറയാ നമ്മുടെ എൻവയോൺമെന്റിനും ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് റേഡിയോ ആക്റ്റീവ് എന്താ പറയാ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ്. ക്ലിയർ കേൾക്കണ്ടോ നിങ്ങള്? ടീച്ചർ കേൾക്കാൻ പറ്റില്ല. ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ ആണ് ടീച്ചർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അത്തരം റേഡിയോ ഐസോടോപ്സ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ്, അതായത് എക്സ്റേസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് അല്ലെ, വൈൽ ദേ ആർ നോട്ട് ഇൻ യൂസ് ദേ ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ ലോക്ക്ഡ് റൂംസ്. അതൊക്കെ ഭയങ്കര ലോക്ക്ഡ് ആയിട്ടുള്ള റൂംസിൽ വളരെ സേഫ് ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവൺ ഇഫ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ലൈക്ക് ദാറ്റ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്പില്ലേജ്, അതിനകത്ത് സ്പില്ലേജുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ വിച്ച് ഈസ് ഹാർംഫുൾ ടു അവർ ഹെൽത്ത്, എൻവയോൺമെന്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ വൈൽ മാനേജിംഗ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്? ഇത്തരം വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസ് വി സെഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും കെമിക്കൽസും ഷാർപ്സും ഇപ്പൊ റേഡിയോ ആക്റ്റീവും ഒക്കെ നമ്മൾ പലക്കുറിയൊക്കെ എല്ലാത്തിനും ഓരോ പ്രത്യേക രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് സം ഹാവ് കോമൺ, എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ചില സ്റ്റെപ്സും ഉണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. ഒന്ന്, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ദാറ്റ് ഇവാക്യുവേറ്റ് ദ ഏരിയ ഓർ എവിക്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഏത് ഏരിയയിലാണോ ഇത്തരം റേഡിയോ ഐസോടോപ്സുകൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പില്ലേജുകൾ ഉണ്ടായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ വിട്ടുപോകാം. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, ഇവാക്യുവേറ്റ് ഏരിയ, നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇന്ന സ്ഥലത്ത് ആ ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുമ്പോ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് എവിക്റ്റ് ആകുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് നമ്മൾ എവിക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോയി അറിയാതെ വേറെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോകുകയല്ല. ആൻഡ് നമ്മൾ പോകുന്നതോടൊപ്പം വി ഹാവ് ടു ഇൻഫോം ഫോർ ദ എമർജൻസി സർവീസസ്. അതിന് എമർജൻസി ആയിട്ട് അതിന് സേവനങ്ങൾ തരുന്ന ആളുകളിലേക്ക് നമ്മൾ ബന്ധപ്പെടാനായിട്ട് നോക്കണം. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളിലേക്ക് അത് ആ ഒരു ഇൻഫർമേഷൻ പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് എത്രയും പെട്ടെന്ന് അറിയിച്ചോളും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാക്യുവേറ്റ് ദ ഏരിയ. ഇവാക്യുവേറ്റ് മീൻസ് എവിക്ട് ദ ഏരിയ, പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വിട്ടു പോകാം. Then second one, wear the protective equipment, personal protective equipmentകളായിട്ടുള്ള PPE such as gloves, goggles, respirators before going to the spill. ആ സ്പില്ലിലേക്ക്, അതായത് അത്തരം സാധനങ്ങൾ സ്പിൽ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം PPE കാര്യങ്ങൾ എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബിക്കോസ് ഇഫ് യു ഹാവ് ടു ഗോ ഇൻ ടു കണക്ഷൻ വിത്ത് ദി സ്പില്ലേജ് അല്ലെ, ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണെങ്കിൽ അത് ഇറ്റ് വിൽ കോസ് ഡേഞ്ചറസ് അല്ലെ, നമുക്ക് വളരെയധികം ഡേഞ്ചേഴ്സ് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങളിലേക്ക് കണക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ PPE നമ്മൾ ധരിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്.
പിന്നെ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു കണ്ടെയ്ൻ ദ സ്പിൽ. ഈ ഇത്തരം സ്പില്ലേജുകൾ എന്തെങ്കിലും സാധനത്തിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ മാറ്റുക ബൈ യൂസിങ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. ഈ സ്വാംശീകരിച്ചെടുക്കുന്ന മെറ്റീരിയൽസ്, അബ്സോർബ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാവല്ലോ, അത്തരം മെറ്റീരിയൽസ് ലൈക്ക് അബ്സോർബന്റ് പാഡ്സോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ ടവൽസോ അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് അബ്സോർബ് ചെയ്യിപ്പിച്ച് എടുക്കുക. ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെന്റിങ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, അല്ലെ, അത് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അബ്സോർബന്റ് പാഡ്സും പേപ്പർ ടവൽസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം പുട്ട് ദാറ്റ് മെറ്റീരിയൽസ് ഇൻ എ ലെവൽഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്സിലേക്കോ ഡിസ്പോസൽ ബാഗിലേക്കോ ഒക്കെ നമ്മൾ മാറ്റുക. അത് ലേബൽ ചെയ്തിട്ട് തന്നെ വേണം, ഇത് ഡേഞ്ചറസ് ആണ് എന്ന് ലേബൽ ചെയ്തിട്ട് അത് ഇടുക. പുട്ടെന്നാണ് അത്, പാറ്റ് എന്നല്ല, PAT അല്ല, PUT ആണ്. പുട്ട് മെറ്റീരിയൽ ഇൻ എ ലേബൽഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്. പുട്ടെന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് തിരുത്തിയേക്കണം, അവിടെ പാറ്റ് എന്നാണ് സ്പെല്ലിംഗ് കിടക്കണേ, പുട്ടെന്നാക്കി മാറ്റാം. ഇനി എന്ത് ചെയ്യണം, ക്ലീൻ അപ്പ് ദ സ്പിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം, ആ സ്പിൽ ചെയ്ത ഭാഗം ഒന്ന് ഇതെല്ലാം തുടച്ചൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ്, അതായത് ക്ലീൻ ചെയ്യാനുള്ള കിറ്റുകളൊക്കെ ഉണ്ട്, അവരുടെ കയ്യിൽ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ അത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത്തരം മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ മാനുഫാക്ചറേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽസ്. അത്തരം സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അതില് മാനുഫാക്ചറേഴ്സ് തന്നെ ഒരു എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ നേരത്തെ തന്നെ വായിച്ചു നോക്കിയിരിക്കണം. അത് സ്പിൽ ചെയ്ത് കിടക്കുമ്പോഴല്ല നമ്മൾ ഓടിപ്പോയിട്ട് അയ്യോ ഈ സാധനം വെച്ചാണല്ലോ തുടങ്ങിയിട്ട് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അന്നേരമല്ല വായിക്കുന്നത്, അത് നേരത്തെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരം എപ്പോഴും നമ്മൾ എന്താ പറയാ, ഒരു എന്താ പറയാ സെക്കൻഡ് ചോയ്സ് കൂടി നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും അങ്ങനെയല്ലെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും കെമിക്കൽസും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊന്നും സ്പില്ലായി പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടല്ല, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് വെക്കാറ്. പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ഓൾസോ ദ അതർ സൈഡ്, അതിന്റെ നെഗറ്റീവ് സൈഡ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ ഇത്തരം കാര്യങ്ങൾ സ്പിൽ ചെയ്താലോ, അല്ലെ, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ അതും നമ്മൾ മനസ്സിൽ കാണണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിലും അത് മാത്രമല്ല, അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് അത്തരം മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അബ്സോർബന്റ് പാഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരം കെമിക്കൽസ് നീക്കം ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ കൊണ്ട് ചേർത്ത് തൊടാൻ പറ്റില്ല. കാരണം അത് മേ ബി അനദർ ടൈപ്പ് ഓഫ് കെമിക്കൽസ്, അത് വേറെ തരത്തിലുള്ള കെമിക്കൽസ് ആയിരിക്കും. അപ്പൊ അതിൽ മാനുഫാക്ചേഴ്സിന്റെ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരിക്കും. അത് വായിച്ചു നോക്കിയിട്ട് നേരത്തെ അറിഞ്ഞിരിക്കണം. അതിന്റെ ഡയറക്ടീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അവരത് പറയും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അബ്സോർബന്റ് മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് തന്നെ absorbent materials, they have to clean up the skin. അത്തരം വേസ്റ്റ് വീണിരിക്കുന്നതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റുക. ഇനി ഡിസ്പോസ് ദ വേസ്റ്റ്. അത്തരം വേസ്റ്റുകളെല്ലാം തന്നെ വീണ്ടും ഡിസ്പോസ് ചെയ്യാം. ആൻഡ് ഏത് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക, അതെല്ലാം തന്നെ എന്താ പറയാ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ലേബൽ ചെയ്ത് തന്നെ ബാഗ്സിലും കണ്ടെയ്നേഴ്സിലും ഉപയോഗിക്കുക. പല ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലോ ബാഗ്സിലോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മളത് മാറ്റുക. അപ്പൊ അതിൽ ലേബൽ ചെയ്ത് വെക്കാം. So while discarding these materials, they have to follow state, local and federal regulations. Disposal ചെയ്യുന്നതിനുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ലോക്കൽ ആയിട്ടുള്ളത്, സ്റ്റേറ്റ് ആയിട്ടുള്ള, ഫെഡറൽ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതനുസരിച്ച് ഫോളോ ചെയ്ത് മാത്രം അത് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും നോക്കാം. ദെൻ റിപ്പോർട്ട് ദ സ്പിൽ. ആഫ്റ്റർ ഓൾ ഇതെല്ലാം കഴിഞ്ഞ് ശേഷം കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ അതില് ഇത്തരം സ്പില്ലേജിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്തിരിക്കുക. ഫോർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അത് പിന്നീട് വന്നവർ ചെക്ക് ചെയ്യാൻ എന്താണ് ലീക്കേജ്, റീസൺ, അത് ഡോക്യുമെന്റ് ചെയ്തു വെക്കണം, അവർക്ക് എഴുതി വെക്കണം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നതും അവരത് ഡോക്യുമെന്റേഷൻ ചെയ്തു വെക്കുക, അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് റേഡിയോ ആക്റ്റീവ് സ്പില്ല് വേസ്റ്റേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് സ്പില്ലാകുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, evacuate the area or evict the area, particular area യിൽ പോകുക. വെയർ PPE പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ, ആ സ്പില്ലുകൾ തുടച്ചു മാറ്റി അത് കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കുക. ക്ലീൻ അപ്പ് ദ സ്പിൽ, അതിനുശേഷം പലതരത്തിലുള്ള മെറ്റീരിയൽസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് അത്
മാറ്റി എടുക്കുക എന്നതാണ്. അതിനുശേഷം വേസ്റ്റ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ലോക്കൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് അതെല്ലാം ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഒരു ഡേഞ്ചറസ് റിപ്പോർട്ട് കൺസേൺ സ്റ്റാഫിന് പാസ് ചെയ്യാൻ ഡോക്യുമെന്റ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത്തരം സ്ഥലങ്ങൾ പോയിട്ട് സന്ദർശിച്ച ഇൻവെസ്റ്റിഗേഷൻ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. But these are the various steps in radioactive spillage waste management. അതിന്റെ steps ആണ് നമുക്ക് പറഞ്ഞത്. Okay, next one എന്താണെന്ന് നോക്കാം. നമുക്ക് എന്നാൽ ഇനി റേഡിയോ ആക്റ്റീവ് മാത്രമല്ല ഇനിയും സ്പില്ലേജുകളിൽ ലബോറട്ടറി അതല്ലേ ക്ലിനിക്കൽ ലബോറട്ടറി ഇത്തരം ഹൃദയങ്ങളാണ് ലബോറട്ടറി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അവര് അന്നേരം ഈ പി എന്ന് പറയുന്നത് വേറെ ചെയ്തിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്തായാലും ധരിച്ചിരിക്കണം, ഇൻക്ലൂഡിംഗ് ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസസ്, അങ്ങനെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഓൾവേസ് അല്ലെങ്കിൽ പിന്നെ നോട്ടിഫൈ ഓൾ പേഴ്സൺ ഇമ്മീഡിയറ്റ് അത്തരം ലാബിലെ ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് സ്പില്ലേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരെയും അത് ശ്രദ്ധപ്പെടുത്തുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു വെക്കേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്യുക. ഇനി അതിനെന്ത് ചെയ്യണം? ഓരോ പോയിന്റിനെയാണ് ഉള്ളൂ. കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് പാഡ്സ്, അബ്സോർബന്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ പെട്ടെന്ന് ഡിസ്ഇൻഫെക്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അത്തരം സ്ഥലം കവർ ചെയ്യുക. പറഞ്ഞിട്ടുണ്ട് with a concentration of 1.0% available chlorine 80 ഇടയ്ക്ക് തന്നെ ടീച്ചർ കേട്ടില്ല ഒന്നും. ഹലോ ടീച്ചർ ഇപ്പൊ കേൾക്കാം. ഹലോ ഹലോ കട്ടായി പോയല്ലേ? ഹലോ കട്ടായി പോയി. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ആവണില്ല? ഇപ്പൊ കേൾക്കാം ടീച്ചർ. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ പറയാ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഒക്കെ ലിക്വിഡ് ഒക്കെ അവിടെ ഒഴിച്ചിട്ട് അത്തരം സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് അബ്സോർബന്റ് പാഡ്സും ഒക്കെ ഇട്ടിട്ട് അവിടെ ഒഴിക്കാം. അപ്പൊ തന്നെ എന്നിട്ട് അത് ക്ലീൻ ചെയ്യരുത്. അവിടെ പറയുന്നത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ലീവ് 10 to 30 minutes ആണ്. അതായത് ഒരു 10-30 മിനിറ്റിന് ആ ഒരു കവറേജ് ആ ഒരു ടൈമിന് അനുസരിച്ച് അതവിടെ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ഒക്കെ ഒഴിച്ച് ആ ഒരു സ്പില്ലേജിന്റെ ചുറ്റും അതൊക്കെ ഒഴിച്ച്, കാരണം ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ഏരിയ മൊത്തം ക്ലിയർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് 10-30 മിനിറ്റിന് ഉള്ളിൽ അതവിടെ അത്രയും അവര് തന്നെ ലീവ് ചെയ്യാം. അതിനുശേഷം റബ്ബ് ക്ലിയർ ചെയ്യും. അത് ഫുൾ ആയിട്ട് നമുക്കതിനെ ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റബ്ബ് ചെയ്ത് തുടച്ചു മാറ്റാവുന്നതാണ്.
ഈ സ്പില്ലേജുകളും ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻസ് എല്ലാം തന്നെ എന്താ പറയാ നമ്മൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചതൊക്കെ ക്ലീൻ ചെയ്തല്ലോ, അതെല്ലാം അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നേഴ്സിലേക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. ഇനി ഹ്യൂജ് ആയിട്ടുള്ള സ്പില്ലേജുകളൊക്കെ ആണെങ്കിൽ ഇത് ഇൻക്ലൂഡ്സ് ഇൻഫെക്ഷൻസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതിനകത്ത് കൂടുതലായിരിക്കും. ഭയങ്കര കൂടുതലായിട്ടുള്ള ലബോറട്ടറിയിൽ ഒത്തിരി കൂടുതൽ സ്പില്ലേജ് ആണ് വരുന്നതെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്താ പറയാ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അത് ക്ലീൻ ചെയ്യാനായിട്ടേ അതൊരു ക്യാബിനറ്റില് എപ്പോഴും നമ്മളത് സൂക്ഷിച്ചിരിക്കണം. ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, അത് അത്തരം എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ച് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് അവര് ക്വാളിഫൈഡ് സ്റ്റാഫുകളാണ് അത് ഹാൻഡിൽ ചെയ്യാൻ. വളരെ കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവരതിനെ എന്താ പറയാ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ഫോർമാൽഡിഹൈഡ് എന്ന ഗ്യാസ് എന്ന് പറയുന്നത് CH2O എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു കെമിക്കൽ നെയിം ആണ് അതിന്റെ. CH2O എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. ഇത് എന്താ പറയാ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ, പിന്നെ പേപ്പർ, പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് പല ഐറ്റംസ് ഉണ്ടാക്കാനും, മെഡിസിൻസ് ഉണ്ടാക്കാനും, കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ, പ്ലൈവുഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അവിടുത്തെ ക്വാളിഫൈഡ് ഉള്ള സ്റ്റാഫ് അതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ലബോറട്ടറിയിലെ ക്ലീനിങ് ഈ രീതിയിലുള്ളതാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ലബോറട്ടറിയിലെ വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജുകൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ചില സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും എല്ലാവരും തന്നെ എന്താ പറയാ ക്ലിനിക്കൽ ലാബിലേക്ക് കയറുമ്പോൾ തന്നെ ദേ ഹാവ് ടു യൂസ് PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അവർ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ദേ ആർ ഹാൻഡിലിംഗ് വിത്ത് സച്ച് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, ദെൻ കെമിക്കൽസ്, ഇതെല്ലാം തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരത് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ, മൈക്രോബയോൾ കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ടാകുന്ന സ്പില്ലുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് ഫോർമാൽഡിഹൈഡ് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഫോർമാൽഡിഹൈഡ് എന്നുള്ളത് ഒന്ന് എഴുതി വെച്ചേക്കാം. അതിന്റെ ഒരു കെമിക്കൽ നെയിം, ഫോർമാൽഡിഹൈഡിന്റെ കെമിക്കൽ നെയിം ആണ് CH2O. Formaldehyde, CH2O. And ഒരു ഹൈഫ്രേറ്റഡ് എഴുതാ. യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്, എന്താണെന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് fertilizer, 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 used in the production of fertilizer, paper, plywood, and also used for household products. Household products such as medicines, cosmetics, etc. ഹൗസ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ച് ഹ്യൂജ് ആയിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ്, അതായത് ലബോറട്ടറീസിലെ സ്പില്ലേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാം, ഡീകണ്ടാമിനേറ്റ് ചെയ്യാം. വിഷം നിറഞ്ഞതൊക്കെ എന്താക്കാൻ നമുക്ക് വിഷരഹിതമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്യാസ് ആണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവസാനത്തെ സ്പില്ലേജ് ആണ് ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേജ്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഫാർമാസ്യൂട്ടിക്കൽ മരുന്ന് സംബന്ധമായിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് they have to use a personal protection
എക്യുപ്മെന്റുകൾ PPE ഉപയോഗിക്കുക, അതായത് suitable ആയിട്ടുള്ള ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു പ്രിവെന്റ് കോൺടാക്ട്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ they have to use these things, ഗ്ലൗസ്, അതുപോലെ തന്നെ PPE വേണമെങ്കിൽ ഫേസ് ഷീൽഡ് ഒക്കെ ഉപയോഗിക്കാം. ആൻഡ് എന്നിട്ട് മാത്രമാണ് അവർ ഇതിന്റെ കോൺടാക്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ, ഇതിന്റെ അടുത്തേക്ക് ഇത്തരം സബ്സ്റ്റൻസുമായിട്ട് കോൺടാക്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ. ഈ ഇത്തരം വേസ്റ്റുകൾ വേഗം തന്നെ സ്പില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെയ്ൻ ചെയ്ത് മാറ്റണം. യൂസിങ് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കാം. എന്നിട്ട് ഇതെല്ലാം തന്നെ ഒരു എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ബിഫോർ ഇറ്റ് ഈസ് സ്പ്രെഡിങ്, പെട്ടെന്ന് അത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കണ്ടെയ്നറിലേക്ക്, കിറ്റ്സിലേക്ക് ഒക്കെ മാറ്റാം. ആൻഡ് ഓൾസോ ദീസ് മെറ്റീരിയൽ ഷുഡ് ബി ലേബൽഡ്. ഹസാർഡസ് ബാഗിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ അതിന് എന്താ പറയാ ഹസാർഡസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഡേഞ്ചറസ് എന്നോ ഒക്കെ എഴുതി ലേബൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് മാറ്റി വെക്കേണ്ടത്. Then clean up the spill. വീണ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് മാനുഫാക്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, ഡയറക്റ്റീവ് അനുസരിച്ചാണ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത്തരം പ്ലേസസ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഒരേപോലത്തെ കാര്യങ്ങൾ പറയുന്നത് മാത്രമാണ്. ആൻഡ് വൈൽ ക്ലീനിങ് ദീസ് സ്പിൽ, ഇത്തരം സ്പില്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് you are to be cautious not to spread the pharmaceutical during cleanup. ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് ഒത്തിരി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദെൻ ഡിസ്പോസ് ദ വേസ്റ്റ്. വേസ്റ്റുകളൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യണം. മെറ്റീരിയൽസ് എന്തൊക്കെ ഈ പറയുന്ന ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേക്കുമായിട്ട് കോൺടാക്റ്റിൽ അടുത്ത് വന്നിട്ടുണ്ടോ, അത് ടച്ച് ചെയ്തോ, അതിലേതിലും മുട്ടിയോ, അതിലേക്ക് വീണോ, അതിലേക്ക് തെറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഡിസ്കാർഡഡ് ലേബലിംഗ് ഹസാർഡസ് എന്ന് ലേബൽ ചെയ്ത് ബാഗുകളിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ പെട്ടെന്ന് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ യൂസിങ് ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ്. ഡിസ്പോസൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്തരം ഹസാർഡസ് വേസ്റ്റുകൾ? അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ളതും സ്റ്റേറ്റ്, ഫെഡറൽ ആയിട്ടുള്ള റെഗുലേഷൻസ് അനുസരിച്ച് മാത്രം. അതിന് പ്രത്യേകമായിട്ട് ഉണ്ട്. അല്ലാണ്ട് ഇതെല്ലാം കൂടി ബാഗിൽ ഹസാർഡസ് ബാഗിലേക്കിട്ട് എവിടെയെങ്കിലും തോന്നിയ രീതിയിൽ വരച്ചിടാനല്ല. അതാണ്. ദെൻ റിപ്പോർട്ട് ദ സ്പിൽ. അതിനുശേഷം എന്താണ്, പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക, കൺസേൺ സ്റ്റാഫിനെ അറിയിക്കുക. റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മാത്രം ആണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, പ്രൊസീജിയേഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അത് അറിയിച്ച്, ആളുകളെ അറിയിച്ച് അവര് അത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പൊ അത്തരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഫോം ചെയ്യുന്നത്. മറ്റ് കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ അതിന്റെ ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അവരെ അറിയിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജുകൾ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. 7 സ്റ്റെപ്പുകളാണ് ഉള്ളത് അല്ലെ, 7 സ്റ്റെപ്പുകളാണ്. അപ്പൊ 7 സ്റ്റെപ്പുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഒന്ന് പോകാം. ഏതാണ് അടുത്ത ടോപ്പിക്? ട്രെയിനിങ് അല്ലെ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ദ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ വന്നാൽ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീർച്ചയായിട്ടും each and every staff should be trained and educated well. വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തിരിക്കണം. അല്ലാതെ എന്താ പറയാ, നമുക്ക് ഇത്തരം വേസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാവുന്നത് ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് മാത്രം കൊടുത്തത് കൊണ്ടൊന്നും സാധ്യമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അത്തരം വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടി അവര് കൊടുക്കണം. അതിന് പ്രോപ്പർ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു ചെറിയ ഒരു ഇത് കാണാം, വീഡിയോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാണ്ടോ? കാണുന്നുണ്ട് മിസ്സേ. സൗണ്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ഒരു വേസ്റ്റ് എങ്ങനെയാണ്, ഒരു ബോഡി ഫ്ലൂയിഡ് വേസ്റ്റ് അവരെങ്ങനെയാ അത് ആ സ്പില്ലേജിനെ റിമൂവ് ചെയ്യുന്നതും കണ്ടല്ലോ. നിങ്ങൾ അവിടെ ഒരു ബോർഡ്, സൈൻ ബോർഡ് ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ചു, കാണണ്ടോ സ്ക്രീനില്? ഉണ്ട് മിസ്സേ. ഓക്കെ, ഒരു സൈൻ ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഒരു ബോക്സിൽ നിന്ന് കുറച്ച് സ്പില്ലേജ് അബ്സോർബന്റ് മെറ്റീരിയൽസ് അവർ എടുക്കുന്നുണ്ട്. അത് എടുത്തുകൊണ്ടത് അതിനകത്തേക്ക് ഇങ്ങനെ ആ ബോഡി ഫ്ലൂയിഡ് ഒരാളെ, രോഗിയെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോയി ഒരു വീൽ ചെയറിനകത്ത് അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ആ സ്പില്ലേജ് അവർ കണ്ടത്. അവർ വേഗം തന്നെ ഒരു സൈൻ ബോർഡ് അവിടെ കൊണ്ടു വെച്ചു. സോ ദാറ്റ് എനി അതർ പേഴ്സൺ കുഡ് നോട്ട് എൻ്റർ ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ് അല്ലെ.
ആ ഒരു സ്ഥലത്തേക്ക് ആരും വന്ന് അതിലേക്ക് കാലെടുത്ത് വെക്കാനോ കൈകൊണ്ട് തൊടാനോ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലുള്ള രോഗമുള്ളവരെ അവിടെ വരണേ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവര് ബോക്സിൽ നിന്ന് കുറച്ച് സ്പില്ലേജ് സാധനങ്ങൾ കൊണ്ടുവരുന്നു. അത് അബ്സോർബന്റ് പാഡുകളൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടു. അതുകൊണ്ട് തുടച്ചു മാറ്റിയതിനു ശേഷം മാത്രമാണ് അവര് മോപ്പ് ഉപയോഗിച്ചത് ക്ലീൻ ചെയ്യുന്നത്. മോപ്പിനകത്ത് പലതരത്തിലുള്ള മെറ്റീരിയൽസും ചേർത്തിട്ടാണ് അവരെന്ത് ചെയ്യുക, സൊല്യൂഷൻസ് ഒക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാനുള്ള ഡീകണ്ടാമിനേഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവരത് ക്ലീൻ ചെയ്യുന്നു. ശേഷം അവർ വളരെ വൃത്തിയായിട്ട് നമ്മൾ എല്ലാത്തിനും പുറമേ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും ഹൈജീൻ ആയിരിക്കണം. കൈകൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അത് സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അവരുടെ ഹാൻഡ്സ് ഒക്കെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ നമ്മളുടെ സ്പിൽ മാനേജ്മെന്റ് ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്തരം മെഷർ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. അത് ഒരു ചെറിയ ഒരു ഇത് മാത്രം നിങ്ങൾക്ക് കാണിച്ചതാണ്. കാരണം അതെന്താണ് നമ്മളിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. വേസ്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന്റെ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോ കാണിച്ചത്. ഒരു സ്പിൽ ബോഡി ഫ്ലൂയിഡ് താഴെ വീണ് കിടന്നിരുന്നു. അത് പെട്ടെന്ന് തന്നെ ആരെങ്കിലും അറിയിക്കുമ്പോൾ അവർ വന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്ന വിഭാഗത്തിൽ ആണ് കൂടുതലും അവരെ അറിയിക്കുന്നു. അവർ വേഗം വരുന്നു. അവിടെ ഒരു ബോർഡ്, സൈൻ ബോർഡ് ആദ്യം തന്നെ സ്ഥാപിക്കും. കാരണം നമുക്കറിയില്ല, അപ്പൊ പെട്ടെന്ന് ഒരാള് ഇതൊക്കെ നോക്കി വരുന്ന സ്ഥലമല്ല. കറക്റ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വരുമ്പോ നമുക്ക് എന്താ പറയാ, നമ്മൾ ലാസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ ഹൈജീൻ ആകണമെങ്കിൽ വി ഹാവ് ടു യൂസ് അവർ പ്രിക്കോഷണറി സ്റ്റെപ്സ്. നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുത്തേ മതിയാകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി അടുത്തത്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞല്ലോ എത്ര സ്പിൽ മാനേജ്മെന്റ് നമ്മൾ മാനേജ് ചെയ്താലും, എത്ര കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ദർ മേ ബി വേസ്റ്റ്. എങ്ങനെ വന്നാലും വേസ്റ്റുകൾ ഉണ്ടാകും. സോ ഇതൊക്കെ നമുക്ക് വീണ്ടും ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുത്തേ മതിയാകും. അതായത് അവിടുത്തെ സ്റ്റാഫ്സിനും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എന്തായാലും അതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ്, ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ്.
മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യുന്നതിന്റെ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ എങ്ങനെയാണെന്നാണ്. എന്തൊക്കെയാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നാമത്തേത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. എന്താണത്? ഒന്നാമത്തെ പോയിന്റിൽ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. എന്ത് വേസ്റ്റ് ആണ് എന്ന് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം. എങ്ങനെയുള്ള വേസ്റ്റ് ആണ് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഡേഞ്ചർ ഓർ റിസ്ക് ഈസ് ബിഹൈൻഡ് ദാറ്റ് പർട്ടിക്കുലർ വേസ്റ്റ്. അത്തരം വേസ്റ്റിന്റെ പിന്നിൽ ഉണ്ടാകാവുന്ന റിസ്ക്, അപകടം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കണം. അതിന് പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ മനസ്സിലാകില്ല, എല്ലാവർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഇന്നത്തെ വേസ്റ്റ് ആണ്. അപ്പൊ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ഇൻ ദ ഹെൽത്ത് വർക്കേഴ്സ് ടു ഐഡന്റിഫൈ വേരിയസ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആൻഡ് ഓൾസോ ദ റിസ്ക് ഇൻവോൾവ്ഡ് ആൻഡ് ദ ഡേഞ്ചർ റിലേറ്റഡ് ടു ഇറ്റ്. അതിനകത്ത് ഉണ്ടാകാവുന്ന റിസ്കും അപകടവും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഹെൽത്ത് വർക്കേഴ്സിന് ഉണ്ടായിരിക്കണം. സോ ദേ ഷുഡ് ബി ട്രെയിൻഡ് ഫോർ ദാറ്റ്. അവരെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു സ്പില്ലേജ് ആണ്, അത് ഇത്രത്തോളം ഡേഞ്ചറസ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല, അതൊരു ബ്ലഡ് അല്ലേ, കുഴപ്പമില്ല, കൈകൊണ്ട് അവിടെ തൂത്താൽ മതി, അങ്ങനെയല്ല. അത് എത്രത്തോളം ഡേഞ്ചർ ആണ്, അതിന്റെ പിന്നിൽ എത്രത്തോളം റിസ്ക് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യം വരണം. അപ്പൊ അപ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പൊ അത് അറിയില്ല, അതേ വെച്ച് ട്രെയിൻ ചെയ്യും. സെക്കൻഡ് വൺ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിംഗ് പ്രൊസീജിയേഴ്സ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിനുള്ള ട്രെയിനിങ്ങും സെപ്പറേറ്റ് കൊടുക്കും. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ഇൻ ദ ഹെൽത്ത് വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിനാണ് കൂടുതലും ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കേണ്ടത്. കാരണം അവര് വളരെ അശ്രദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യും. കാരണം അവർക്ക് ജോലി ആണ്, അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അവര് സ്വന്തമായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഒരാളുടെ അശ്രദ്ധ മതിയല്ലോ, അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ കൊളാപ്സ് ആവാനായിട്ട്. ഇപ്പൊ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത്തരം ഒരു രോഗം അത് 1 നിന്ന് 2 2 നിന്ന് 4 മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. സോ ഒരു നിമിഷത്തെ കെയർലെസ് എന്താകാം, ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയില്ല. സോ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈച്ച് ആൻഡ് എവറി ഹെൽത്ത് വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അവർക്ക് എല്ലാവർക്കും നല്ല കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിശീലനവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തിരിക്കണം. ഫോർ ഹാൻഡിലിംഗ് ദ ഡിസ്പോസൽ. ഈ ഡിസ്പോസൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതായത് ക്ലീൻ ചെയ്ത് വെച്ച മെറ്റീരിയൽസ് എല്ലാം തന്നെ എങ്ങനെ ഡിസ്പോസ് ചെയ്യും, അതിനെ കുറിച്ചുള്ളതും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറയുന്ന കണ്ടെയ്ൻമെന്റുകൾ, ഈ സ്പില്ലൊക്കെ എടുത്തു വെച്ചേക്കുന്ന ബോക്സുകളും കണ്ടെയ്ൻമെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ചെയ്യണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാകും അത് അത്തരം കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ പ്രകടമാകും. അപ്പോ അവർക്ക് അറിയാൻ പറ്റും, ഇതിന്റെ കാര്യത്തിൽ ഹൈജീനിക്ക് കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് അത് പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നില്ല, ഡിസ്കാർഡ് ചെയ്യുന്ന സാധനങ്ങൾ അശ്രദ്ധമായിട്ട് ഇട്ടിരിക്കുന്നു, അതിന്റെ ഫലമായിട്ട് ഇവിടെ അതിൻ്റെതായ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്, രോഗങ്ങൾ ഉണ്ടാക്കുന്നു, പെരുകുന്നു, അതിന്റെയൊക്കെ ഒരു റീസൺ ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഒരു അഭാവം വരുമ്പോ അപ്പൊ തന്നെ മനുഷ്യർ കെയർലെസ് ആവും. നമ്മൾ തന്നെ ഒരു ജോലി പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയത്, പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ച് എന്താ പറയാ ലൂസ് ആകും, അല്ലെ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വളരെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് എന്താ പറയാ നമ്മൾ അതിൽ എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയാ നമ്മളെല്ലാം കുറച്ച് അയ്യും ഇത്രയൊന്നും വേണ്ട എന്നുള്ള രീതിയിലാകില്ലേ, ആ രീതിയിലായി പോകും വർക്കേഴ്സ്. അപ്പൊ അവരെന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇത്തിരി മോട്ടിവേറ്റ് ചെയ്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ബോധം വരും. റെസ്പോൺസ് പ്ലാൻ. ഇനി ഹോസ്പിറ്റലിന്റെ ഇടയ്ക്കിടയ്ക്ക് റെസ്പോൺസ് പ്ലാൻ. സോ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ്. അതിനുവേണ്ടി ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൂടുതലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അവർക്കും ആ പറയുന്ന റെസ്പോൺസ് പ്ലാൻസ് ഒക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളും ആ കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഒക്കെ അവരെയും കൂടി അറിയിക്കണം. ആരൊക്കെയാണോ ഇത്തരം മെറ്റീരിയൽസുമായിട്ട് എങ്ങനെ നമ്മൾ ഈ വേസ്റ്റ് കളയാം, നീക്കം ചെയ്യാം, സ്പില്ല് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത്തരം മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യാം, ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതാണ് കൂടി കൊടുത്തിരിക്കണം. പ്ലാനിങ് ഹോസ്പിറ്റൽസിനുണ്ട്, പക്ഷെ ഇറ്റ് ഷുഡ് ബി
given അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഷുഡ് ബി given to the hospital workers. ഹോസ്പിറ്റലിലെ ജോലിക്കാർക്കാണ് അതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ട്രെയിനിങ്ങും കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നെസസറി ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനും പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ വർക്കർ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഇഫക്റ്റീവ്ലി. കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എന്താ പറയാ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും അല്ലെങ്കിൽ അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ടാകാവുന്ന വേസ്റ്റും സ്പില്ലേജും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് പരസ്പരം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാം. മാത്രമല്ല ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സ്പിൽ മാനേജ്മെന്റ് ഈസ് പ്രോപ്പർലി ഹാൻഡിൽഡ്. വളരെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പ്രോപ്പർ ആയിട്ടാണ് ഡിസ്കാർഡ് ചെയ്യുന്നതെന്നും ഒക്കെ ഉറപ്പുവരുത്തണം. അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വർക്കേഴ്സിനോട് പറയേണ്ടത് വർക്കേഴ്സിനോട് പറഞ്ഞ് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ അവർ ചെയ്തോളും എന്നും പറയല്ല. അവർക്കത് അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ട്രെയിനിങ്ങിലും എഡ്യൂക്കേഷനിലും. നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഇനി ഏതെങ്കിലും രീതിയിൽ enough training should be given to the healthcare workers in to record keeping procedures. അതായത് ഈ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ ഉണ്ടാകൂലേ, അതൊക്കെ എപ്പോഴൊക്കെ ഉണ്ടായി, ഏത് സമയത്ത് ഉണ്ടായി, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ, റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി അത്തരം ട്രെയിനിങ് കൂടി ഇവർക്ക് കൊടുക്കും ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. അതായത് ഇവരുടെ കയ്യിൽ നിന്നും ഇതുപോലെ സ്പില്ലേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്പില്ലേജ് വന്നു, ഏത് സമയത്താണ്, എന്നാണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കട്ടെ. അപ്പൊ അത് ഭാവിയിൽ എന്തെങ്കിലും എന്താ പറയാ പഠനങ്ങൾക്കും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ അത് സഹായകരമാകും. സോ ദേ ക്യാൻ അവോയ്ഡ് സച്ച് സർക്കംസ്റ്റാൻസസ്. അത്തരം അവസരങ്ങളൊക്കെ നമുക്ക് അത് വരുന്നതൊക്കെ ഇല്ലാതാക്കാൻ പരിധിവരെ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇത്തരം ഡോക്യുമെന്റേഷൻസ് ദേ ക്യാൻ കൺട്രോൾ വേസ്റ്റ്. ഇത്തരം വേസ്റ്റുകൾ കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അതിനനുസരിച്ച് ഫോളോ ചെയ്യണമെന്നും വാട്ട് ആക്ഷൻസ് ടു ബി ടേക്കൺ അതിനൊക്കെ ഒരു പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ആയിട്ട് അവർക്ക് സൂക്ഷിക്കാൻ പറ്റും. ദെൻ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട്. മാത്രമല്ല മോഡേണൈസ്ഡ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം. ഇന്ന് ഒരുപാട് എന്താ പറയാ മെറ്റീരിയൽസ്, മെഷീൻസ് ഒക്കെ ഉണ്ട്, ടെക്നിക്സ് ഉണ്ട് ഇത്തരം വേസ്റ്റ് ക്ലീൻ ചെയ്യാനും ഡീകണ്ടാമിനേറ്റ് ചെയ്യാനും ഒക്കെ. മനുഷ്യന്മാർ തന്നെ നേരിട്ട് കൈ ഉപയോഗിച്ച് തന്നെ പ്രവർത്തിക്കണം നിർബന്ധമില്ല. അപ്പൊ ന്യൂ മൊഡാലിറ്റീസ് ഈ ടെക്നിക്സിലേക്ക്, ടെക്നോളജി ഉപയോഗിച്ച് ന്യൂ മൊഡാലിറ്റീസ് ഈ ഒരു മേഖലയിലേക്ക്, വേസ്റ്റ് മാനേജ്മെന്റ് ആ ഒരു സെക്ടറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയണം. ആർക്ക്? ഈ വർക്കേഴ്സിന് അറിയണം. അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനും അത് എങ്ങനെയാണ് അത്തരം മെഷീൻസ് ഉപയോഗിച്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഓൺഗോയിങ് എഡ്യൂക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺഗോയിങ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് മാനേജ്മെന്റിൽ വരുന്ന സ്റ്റെപ്സ്. അപ്പൊ എന്തൊക്കെയാണ് അറിയേണ്ടത് ട്രെയിനിങ് എന്നൊക്കെയാണ്? ആദ്യം തന്നെ അവർക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, എന്ത് വേസ്റ്റ് ആണ്, എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം അറിയണം. 2 ഹാൻഡിലിംഗ് ആൻഡ് ഡിസ്പോസിങ് വേസ്റ്റ്. ഈ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതിനെക്കുറിച്ചും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. റെസ്പോൺസ് പ്ലാൻ, അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഏത് രീതിയിലാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വട്ടവർ സ്പില്ലേജുകൾ ഉണ്ടായാലും ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഹെൽത്ത് വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൃത്യമായിട്ട് അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കണം. അത് പ്രോപ്പറായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കണം. അത് ഡിസ്കാർഡ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കണം. പിന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇത്തരം സ്പില്ലേജസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ്, അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് അതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇന്ന് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വേസ്റ്റ് മാനേജ്മെന്റ് ഏതൊക്കെയാ പഠിച്ച സ്റ്റെപ്സ്? ഇന്ന് പഠിച്ചത് ഏതൊക്കെയാ? 3 ഇന്ന് പഠിച്ചത് അല്ലെ? 4 കഴിഞ്ഞ ദിവസം പഠിച്ചു, ഇന്ന് 3 പഠിച്ചു. ഏതൊക്കെയാണ് പറഞ്ഞേ? റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, spill in laboratory area, spill in laboratory area, then pharmaceutical
സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, ഫാർമാസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എല്ലാത്തിലും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞേക്കണേ. എല്ലാത്തിലും കോമൺ ആയിട്ട് അതൊക്കെ ഉണ്ട് കേട്ടാ. ഏത് വേസ്റ്റ് ആണെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും അതൊക്കെ വരുന്നത് കുറെ, അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് മിക്കവാറും എല്ലാം തന്നെ കോമൺ ആണ്. എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അല്ലാതെ ഇത് മുഴുവൻ നമുക്ക് ഇങ്ങനെ എസ്സേ പോലെയോ അങ്ങനെ നമുക്ക് ചെയ്താല്. ദെൻ പിന്നെ അടുത്ത പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇതിന്റെ കുറച്ച് ഭാഗം കൂടിയിട്ട്, അതായത് ഒരു 1 പേജ് കൂടി, 2 പേജ് കംപ്ലീറ്റ് ഇല്ല, അത്രയും കൂടി നമുക്ക് ഇന്ന് എടുക്കാനുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ, തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും ഒരു 5-6 മിനിറ്റ് എടുക്കുന്ന ഒരു ചെറിയ ബ്രേക്ക് തരാം. ഓക്കെ, ക്ലാസ് തന്നെയാണ് ഇത്. ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ തീർക്കാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, വീണ്ടും കാണാം.
കട്ടായി പോയല്ലേ? യെസ് ടീച്ചർ. ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, കട്ടാവുന്നത് പ്രശ്നം, പ്രവണത കുറച്ച് കൂടിയത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി അവര് റെക്കോർഡ് ചെയ്യണം. മാത്രമല്ല, വാട്ട് ആർ ദ തിങ്സ് സ്റ്റെപ്സ് ദേ ഹാവ് ടേക്കൺ വൈൽ സ്പില്ലേജ്. ഇത്തരം വേസ്റ്റുകൾ ഉണ്ടായപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്ത് സ്റ്റെപ്സ് ഒക്കെ എടുത്തു, ഇനി അതെന്താ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ വാട്ട് ആക്ഷൻസ് ദേ ഹാവ് ടേക്കൺ, അതിനെന്ത് ആക്ഷൻ ആണ് അവരെടുത്തത്, അതും റെക്കോർഡ് ചെയ്യണം. ഇച്ച് ആൻഡ് എവറിത്തിങ് സ്പില്ലേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതൊരു ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഇൻസ്പെക്ഷൻസ്, റെഗുലേറ്ററി ഏജൻസീസ് ഓവർ ഇൻസ്പെക്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്പില്ലാകുന്നുണ്ട് എന്നുള്ളത് എന്താ പറയാ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചില അതോറിറ്റീസ് അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇൻസ്പെക്ഷൻസ് നടത്തണം. ഇപ്പൊ പല സ്ഥലത്തും ഇൻസ്പെക്ഷൻ നടത്തുമല്ലോ. ഫുഡ് ചില ഹോട്ടൽസിൽ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് ഫുഡ് ഇൻസ്പെക്ട് ചെയ്യും. അതുപോലെയൊക്കെ തന്നെ ഹോസ്പിറ്റൽസിലും ചില കാര്യങ്ങളിൽ ഇൻസ്പെക്ഷൻസ് നടത്തിയേ തീരും. കാരണം അവരുടെ വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിലാണോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സാധാരണക്കാർ പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടായിരിക്കും, അധികൃതർ, അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ദേ ഹാവ് ടു മേക്ക് സം ഇൻസ്പെക്ഷൻസ്. ഹോസ്പിറ്റൽസിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർ അത്തരം സ്ഥലങ്ങളിൽ പ്ലേസിൽ പോയിട്ട് അത് സന്ദർശിച്ച് അത് കറക്റ്റ് ആയിട്ട് അതിന് എന്താ പറയാ ഇൻസ്പെക്ഷൻസ് നടത്താം. ഈവൻ ദേ ഹാവ് ടു മേക്ക് റെക്ടിഫിക്കേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്താനോ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടാണ് കൊടുക്കാനും ഒക്കെ ഉണ്ടാവണം. അതിനുള്ള അതോറിറ്റീസ് അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെന്താണ്, ഈ സ്ട്രിക്റ്റ് റെഗുലേഷണറി അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആർ നോട്ട് ഫോളോഡ്. എന്തെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ വേസ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതെല്ലാം ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെനാലിറ്റീസ് അതുപോലെ തന്നെ ഫൈൻസ് ഒക്കെ ഈടാക്കുക, ലീഗൽ ആക്ഷൻ എടുക്കുക. അപ്പൊ അത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മാനേജ്മെന്റിന് അതിനനുസരിച്ച് ചിലപ്പോൾ ഇത്തരം ഫൈൻസ് കൊടുക്കാനും അല്ലെങ്കിൽ പെനാൽറ്റീസ് കൊടുക്കാനും ഒക്കെ ലീഗൽ ആക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്താ പറയാ അത് കറക്റ്റ് ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചെടുക്കുക. നോൺ കംപ്ലയൻസ് ആണ്, പാലിക്കാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ കൃത്യമായിട്ട് പാലിച്ചാൽ അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ഗൈഡ് ലൈൻസ് ഗിവൺ ബൈ ദ അതോറിറ്റീസ്, പല ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നോ സ്റ്റേറ്റോ ലോക്കലോ മറ്റാരെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ ദേ ഹാവ് ടു ഇത്തരം കാര്യങ്ങളിലൊന്നും കമ്പയർ ചെയ്യുന്നില്ല എങ്കിൽ ദേ ഹാവ് ടു ഗിവ് ഫൈൻസ് ഓർ പെനാലിറ്റീസ്, അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസിനെ വരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തു പോകുന്നവരാണെങ്കിലും ഓക്കെ, അല്ലാതെങ്കിൽ അവർക്ക് ഇത്തരം നടപടികളെ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പൊ റെഗുലേറ്ററി എന്താ പറയാ ഫ്രെയിംവർക്ക് ഇഫ് ദേ ആർ ഫോളോയിങ് ഓർ കംപ്ലൈങ് വിത്ത് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ റെഗുലേറ്ററി കംപ്ലൈൻസുകളൊക്കെ പാലിച്ചാണ് പോകുന്നതെങ്കിൽ അതെന്ത് ചെയ്യാം, മാനേജ്മെന്റിനെ വേസ്റ്റ് മാനേജ്മെന്റിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ദേ ക്യാൻ സേഫ് ഗാർഡ് ദ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മുടെ എൻവയോൺമെന്റിനെ നമുക്ക് പരിപാലിക്കാൻ സാധിക്കും, പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. വി ക്യാൻ അവോയ്ഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാലിറ്റീസ്, പലതരത്തിലുള്ള പെനാലിറ്റീസ്, പിഴകൾ, അത് സാമ്പത്തികപരമായിട്ടോ അല്ലാതെയൊക്കെയുള്ള പെനാലിറ്റീസ് അവോയ്ഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊക്കെ ഇത് എന്താ പറയാ ഇതിനൊരു ഈ ലീഗൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോളോ ചെയ്താൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ വിധേയരാകേണ്ടി വരുന്നതാണ് പറയുന്നത്. സോ ഹോസ്പിറ്റൽസ് മസ്റ്റ് അപ് ടു ഡേറ്റ്, അതായത് അവർ എപ്പോഴും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അവരുടെ പെർമിറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ സെക്യൂർ ചെയ്യണം. അവർക്ക് കിട്ടിയിരിക്കുന്ന ആ പെർമിറ്റില്ലേ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള പെർമിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുക. കീപ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറയുന്നത്, ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നടത്തുക എന്നുള്ളത് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൂ, നമുക്ക് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ്. ഇന്ന് അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് പുതിയ ടെക്നോളജീസ് ട്രെൻഡ്സ് ഉണ്ട് ഈ സ്പിൽ വേസ്റ്റേജിന്.
സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നോളജീസ് ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. അതിന്റെ പേരുകളെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ന്യൂ ഇൻവെൻഷൻസ് ഇൻ സ്പില്ലേജ് വേസ്റ്റേജ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട പുതിയ ടെക്നോളജീസ്. ഒന്ന് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റോബോട്ടുകളുടെ സഹായത്തോടെ ഒക്കെ ക്ലീൻ ചെയ്യാനും ഇത്തരം സ്പില്ലേജ് വേസ്റ്റേജ് ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞിട്ട് അത് മാജിക് ആയിട്ട് കൊണ്ടുപോകാനല്ല, അതൊക്കെ ക്ലീൻ ചെയ്യാൻ, അതിനെയൊക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ, ഈ സ്പില്ലേജ് വേസ്റ്റേജ് വീഴുന്ന സ്ഥലങ്ങളൊക്കെ അണുവിമുക്തമാക്കാൻ, വിഷവിമുക്തമാക്കാനായിട്ടൊക്കെ ഉള്ള റോബോട്ടുകളുണ്ട് ഇന്ന്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ട്. അപ്പൊ ഓട്ടോമേഷൻസും അതുപോലെ തന്നെ റോബോട്ടിക് മെഷീൻസും ഒക്കെ ഉപയോഗിച്ച് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എന്താ പറയാ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഇത്തരം വേസ്റ്റേജുകൾ ഹാൻഡിൽ ചെയ്യാനും സേഫ് ആയിട്ട് വളരെ സ്കിൽഫുള്ളി ആയിട്ട് നമുക്കതൊക്കെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് ടൈമൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഒരുപാട് സമയം എടുക്കുമല്ലോ, ഇത് ടിക്കെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ക്ലീൻ ചെയ്യാം വിതിൻ നോ ടൈം, ഒട്ടും സമയം കളയാതെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് എന്താ പറയാ സ്പീഡ് ഓഫ് എക്സ്പോസർ ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന സാധനമല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആയാൽ പെട്ടെന്ന് ആളുകളുടെ ആരോഗ്യത്തെ അത് മോശം നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതൊക്കെ കുറെ കുറയ്ക്കാനായിട്ട് ഇത്തരം മെഷീൻസും റോബോട്ടിക് മെഷീൻസും ഒക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇതൊക്കെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അവരെയൊക്കെ കുറെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ലൈഫ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ബെറ്റർ കണ്ടീഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കാനൊക്കെ പറ്റും. സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിങ്ങും ഡിസ്പോസിംഗും ഒക്കെ സാധ്യമാകുന്നത് ഈ റോബോട്ടിക് ആൻഡ് ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആണോ ആ ഒരു പോയിന്റ്? ആ പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താണ് പുതിയ ടെക്നോളജീസ് എന്ന് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള മെഷീൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻസ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് ചോദിക്കുന്നതേ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോന്ന് അറിയാനാണ്. ഇവിടെ നെറ്റിനൊരു പ്രശ്നം ക്ലിയർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ബയോ റെമഡിയേഷൻ ആണ് അടുത്തത്. രണ്ടാമത്തെ പോയിന്റ് ബയോ റെമഡിയേഷൻ ആണ്. ഒരു നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ്, പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ടു ബ്രേക്ക് ഡൗൺ ദ ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് ഇത്തരം ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെയൊക്കെ നമുക്ക് ബയോ ആയിട്ട്, അതായത് നാച്ചുറൽ എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യാം, പ്രകൃതിയോട് ചേർന്നുകൊണ്ട്, അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിയുടെ പ്രോസസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത്തരം വേസ്റ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു രീതിയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. അതായത് ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയും നമ്മൾ അല്ലെ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് വിളിക്കുക. അത് നാച്ചുറൽ ആയിട്ട് ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ബൈ യൂസിങ് ദിസ് മെത്തേഡ് അല്ലെങ്കിൽ ബൈ യൂസിങ് ദിസ് ബയോ റെമഡിയേഷൻ മെത്തേഡ് ദേ ക്യാൻ ബ്രേക്ക് ഡൗൺ ദ ഡേഞ്ചറസ് വേസ്റ്റ്. നമുക്ക് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ. ഇനി അടുത്തത് എന്താണ്? പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ആണ് കേട്ടോ. പ്ലാസ്മ ആറൊന്നുമല്ല, ആറാണ് എന്റെ ആറില്ല, അതില്ല കേട്ടോ, ഇതിനുള്ള ഒരു ആറില്ല. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. അതും ഒരു ഹൈ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഇത്തരം ബ്രേക്ക് ഡൗൺ അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് വേസ്റ്റ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ റിസ്ക് ഓഫ് എക്സ്പോസർ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, ഇത്തരം വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ അപകടം നിറഞ്ഞിട്ടുള്ള വാല്യുബിൾ മെറ്റീരിയൽ ഓഫ് യൂസ്, ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും റീയൂസ് ചെയ്യാൻ, റീസൈക്ലിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി, അതാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. അതൊരു ഗ്യാസ് പ്രൊസീജിയർ ആണ്. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്, യൂസ്ഫുൾ അല്ലാത്ത സ്പില്ലേജ് ആയിട്ടുള്ള വേസ്റ്റുകളെ ബ്രേക്ക് ചെയ്യാൻ, ഇല്ലാതാക്കാൻ, ഡീകമ്പോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് ഡീകമ്പോസിഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അത് മറ്റൊരു രീതി. അപ്പൊ റോബോട്ട്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക്
ആപ്ലിക്കേഷൻ ഒരു ഹൈ ടെമ്പറേച്ചർ ഒരു ഡീകമ്പോസിഷൻ രീതിയാണ്. അതും ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ വി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്. വേസ്റ്റിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റും. അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത് കുറയ്ക്കാൻ പറ്റും. ഡേഞ്ചറസ് സബ്സ്റ്റൻസിനെ ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മുടെ വലിയ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ റീയൂസ് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ, ഗ്രീൻ കെമിസ്ട്രി ആണ് അടുത്തത്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അതൊരു ഒരു പുതിയ രീതിയാണ്, ഒരു പുതിയ രീതിയിലുള്ള ഒരു സമീപനമാണ്. ഇത്തരം കെമിക്കൽസിലെ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ രീതിയാണ്, ഒരു സമീപനമാണ്. ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കൂടുതലും ഡേഞ്ചറസ് ആയിട്ട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലീക്കേജ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം നന്നായിട്ട് ഇല്ലാതാക്കാനായിട്ട് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്, ഒരു സമീപനമാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഗ്രീൻ കെമിസ്ട്രി ആണ് എന്താ പറയുക, ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ്. കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് അത്തരം ഉത്പാദനങ്ങൾ, അത്തരം സാധനങ്ങളുടെ ഉത്പാദനം കൊണ്ട് ഈ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയുള്ളൂ. അതിനറിഞ്ഞാൽ മതി. അടുത്തത് നാനോ ടെക്നോളജിയാണ്. അതും ഒരു പുതിയ പ്രോസസ്സാണ്. ഡെവലപ്ഡ് ടു ഗിവ് മോർ ഇഫക്റ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി സൊല്യൂഷൻസ് ആണ്. അതായത് പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഡേഞ്ചറസ് വേസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു രീതി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അതിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ് വരും, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരും. അതിനകത്ത് എന്താ പറയാ, നാനോ പാർട്ടിക്കിൾസ്, വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എന്താ പറയാ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാ നമ്മളുടെ ക്ലൈമറ്റിനെ, നമ്മളുടെ അതൊക്കെ ഇല്ലാതാക്കാനും നമ്മളുടെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് നാനോ പാർട്ടിക്കിൾസ്. ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതിനൊക്കെ ഈസി ആയിട്ട് എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാം, ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ടെക്നോളജീസ് ആണ്, പുതിയ ടെക്നോളജീസ് ആണ്. ഇതിന് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നൂതനമായിട്ടുള്ള കുറച്ച് ആധുനികപരമായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ആണ്. ഓർക്കുക, റോബോട്ടിക്, പിന്നെ ഓട്ടോമേഷൻ, അത് രണ്ടും കൂടി ഒന്നാണ്. ബയോ റിമഡിയേഷൻ, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി ആൻഡ് നാനോ ടെക്നോളജി. 5 പുതിയ രീതിയിലുള്ള ടെക്നോളജീസ് ആണ് സേഫ് ആയിട്ട് നമുക്ക് സ്പില്ലേജ് മാനേജ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നത്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കിട്ടിയോ? ഹലോ, പറഞ്ഞില്ലല്ലോ. ഹലോ, കേൾക്കാൻ കേട്ടല്ലേ? ഓക്കെ, മനസ്സിലായോ? അത്രയും എടുത്തത് മനസ്സിലായില്ലേ? കുറച്ച് ഡിലേ ആയിട്ടുള്ള ആൻസർ എടുത്തത്. ക്ലിയർ ആണോ പറഞ്ഞതൊക്കെ? യെസ് ടീച്ചർ. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം ഒന്ന് വായിക്കാം. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ തീർന്നു. വില്ലേജ് മാനേജ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമ്മളോട് നമ്മൾ നോട്ട് കയ്യുണ്ടോ? വില്ലേജ് മാനേജ്മെന്റ് നോട്ട് കയ്യിലോ? ഉണ്ട് ടീച്ചർ, ഉണ്ട്. ഓക്കെ,
നമ്മൾ നേരത്തെ ഒരു ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് എങ്ങനെയാ വരിക എന്ന് കാണിച്ചു നിങ്ങളെ ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് Price environmental health and safety. It's inevitable when working in a laboratory environment that you will have to deal with a spill situation at some point. Today's videos will show you how to clean up spills inside the laboratory. To counter a spill that you feel comfortable cleaning up yourself, deploy the SWIFT method. Stop all work, warn the others around you, isolate the area, minimize the exposure, and survey the area. Encounter a spill you can't handle on your own, contact the Rice University Police Department. They'll be able to dispatch any relevant emergency services. Once you finish dealing with the spill, make sure to fill out ബയോളജിക്കൽ സ്പില്ല് എങ്ങനെയാണ് ക്ലീനപ്പ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. കാണണ്ടോ വീഡിയോ? Spills involving biohazard materials can be serious. ഉണ്ട് ടീച്ചർ. You can use a disinfectant to kill the microorganisms and remove the biohazard. Exact. Remove the media. Watch out. First thing you want to do is keep soap spreading. The easiest way to do this is cover paper towel. ബയോളജിക്കൽ സ്പ്രെഡ് ആണ് അവിടെ വന്നേക്കുന്ന സ്പില്ലേജ്. അപ്പൊ അത് സ്പ്രെഡ് ആകാതിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ അബ്സോർബന്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പേപ്പർ എന്താ പറയാ ടവൽസ് പോലത്തെ അത് ആണ് അവർ അവിടെ സ്പ്രെഡ് ചെയ്യാതെ തന്നെ അത് വിരിച്ചിടുന്നു. Most common type of this laboratory 10% bleach. 10% bleach is effective with most microorganisms in about 20 to 30 minute contact time. This means you want to soak, spill a copious amount of bleach for about 20 to 30 minutes before you clean up the actual spill. ഡിസിൻഫെക്റ്റന്റ് സ്പില്ല് ചെയ്യുന്നുണ്ട് അവിടെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനും. Make sure to throw away any contaminated materials inside of a red biohazard bag. Since glass is involved in our spill, we're going to use a dustpan and a broom to clean up the materials, and we're going to make sure our biohazard bag is inside of our container. കണ്ടെയ്ൻമെന്റിലേക്ക് മാറ്റുക എന്നാണ്. അബ്സോർബന്റ് പാഡുകളൊക്കെ അവരെടുത്ത് മാറ്റുകയാണ്. ഡയറക്റ്റ് ഹാൻഡ് വെച്ചിട്ടല്ല, അവരുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. Make sure to dispose of any contaminated personal protective equipment and clothing as hazardous biological waste. ബയോ ഹസാർഡസ് വേസ്റ്റ് ആണെന്ന് അതില് ലേബൽ ചെയ്യണം എന്നാണ് പറയുന്നത്. Soak the spill response plan inside of your biosafety. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ പറയാ വേരിയസ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് സ്പില്ലുകൾ അവർ ക്ലീൻ ചെയ്യുന്നതെന്നാണ്. എല്ലാത്തിനും ഓരോ ഡിഫറെന്റ് വേസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ വേസ്റ്റും എങ്ങനെയാണെന്ന് അവര് കാണിക്കുന്നുണ്ട് കുറച്ചൊക്കെ കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കും. അതുപോലെയുള്ള കുറെ വീഡിയോസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആകുന്നുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നിടയ്ക്ക് വെച്ച് നോക്കി വായിക്കുന്നത് അല്ല അതൊന്ന് കാണുന്നത് കൂടി നല്ലതായിരിക്കും. പഠിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, നിങ്ങൾ തന്നെ ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടാ. ഇപ്പൊ തന്ന നോട്ടൊന്ന് വേഗം വായിക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. 2ാം ചാപ്റ്റർ അവിടെ തീർന്നു. കുറെ വായിച്ച് മനസ്സിലാക്കാനുള്ള അപ്പൊ നമുക്ക് എന്താ പറയാ കാണാതെ ഇങ്ങനെ പഠിക്കാൻ പറ്റിയ സാധനമല്ല അത്. 2-3 ആവർത്തി വായിച്ചാൽ മതി. മറ്റേ എന്താ പറയാ സ്റ്റെപ്സ് ഓരോ ടൈപ്സ് ഓഫ് എന്താ പറയാ സ്പില്ലേജ് വേസ്റ്റുകളും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ കോമൺ ആണ്, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒന്ന് രണ്ടെണ്ണത്തിൽ മാത്രമേ ഡിഫറെന്റ് പോയിന്റ്സ് വരുന്നുള്ളൂ. 2 പോയിന്റുകൾ മാത്രം വ്യത്യസ്തമായിട്ട് വരുന്നത് 1-2 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കോമൺ ആയിട്ട് ഒരേപോലത്തെ പോയിന്റ്സ് ആണ്. വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ കുറെ വായിച്ചു മാത്രം പറയേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് പിന്നീട് എടുത്തെടുത്ത് ചോദിക്കുന്നത്. വായിച്ചിട്ട് മനസ്സിലാവണില്ലേ? അറിയോ പിള്ളേരെ? ഹലോ ജാസ്മിൻ, നവ്മി, യെസ് ടീച്ചർ.
ആ മനസ്സിലാവുന്നുണ്ടല്ലേ? ഉണ്ട് ടീച്ചർ. ആ ഓക്കെ ആ ആ വേഗമായി ചോദിക്കാൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്റെ മുകളിലത്തെ ഭാഗം ഇത് വായിച്ചു കേട്ടോ. ഇത് നോക്കാം. വീഡിയോ കാണിച്ചതാണ് കേട്ടോ. ഇത് വായിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. വായിച്ചോ? അയച്ചോ? യെസ് ടീച്ചർ. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മുടെ മോക്ക് ടെസ്റ്റിൽ വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുക്കാം. നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വന്നാൽ മതി. ഞാൻ ഈ ലാസ്റ്റ് എൻഡ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അവിടെ ഈ ബാക്കോട്ടാണ് പോകുന്നത്. ഓക്കെ, ചൂടുണ്ടോ നിങ്ങളുടെ എവിടെയൊക്കെ? ഉണ്ട് ടീച്ചർ. ഭയങ്കര ഹലോ, യെസ് ടീച്ചർ. മഴ പെയ്തായിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല ടീച്ചർ. അതെ, മഴയില്ല, ഭയങ്കര ചൂടാ, അതുപോലെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ആ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ഈ ഒരു രണ്ട് കാര്യം എഴുതിയേക്കണം കേട്ടാ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എഴുതി വെക്കാം. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ, പ്ലാസ്മ ആർന്നില്ലാത്ത അവിടെ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എഴുതിയിട്ടൊരു ഹൈഫൻ ഇടാം. It is a process. It is a process. It is a process of high temperature. It is a process of high temperature decomposition of waste. High temperature decomposition of waste. High temperature decomposition of waste. Okay, three questions. What are? Dash is
developed to give more effective and environmental friendly, solutions for dangerous waste management. Dangerous waste management. Dash is the effective and environment friendly approach. Effective and environment friendly approach to spillage waste management. Next one. Dash is critical for safeguarding, safeguarding the environment, and public health, and avoiding legal and financial penalties. Next one. Hospitals that fail to abide by dangerous waste management, regulations may have to face dash. എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി വെക്കാം. എത്ര വാക്കുകളുണ്ടോ അതെല്ലാം എഴുതണം കേട്ടോ. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എക്സ്പാൻഡ്, EXPAND, expand. EPA എന്താണ്? എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Hospitals must get permits from dash authorities.
dash authorities, AUTHORITIES, dash authorities to handle and dispose spillage waste. Hospitals must get permits from dash authorities to handle and dispose spillage waste. എത്ര ക്വസ്റ്റ്യൻ ആയി? എത്ര ക്വസ്റ്റ്യൻ ആയി എന്ന് പറയാമോ? 6. 6 question. ഹലോ മിസ്സേ 6. 6 6 ഓക്കെ ഓക്കെ. പറഞ്ഞോ? ഇല്ല ടീച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. effective training and education for dash will minimize the risks. Will minimize, MINIMISE, minimize the risks and hazards. Related with the spillage waste. Next one, spillage waste management. അടുത്ത question. Spillage waste management is based on a dash. Next one. Enough training should be given to dash to record keeping procedures for spillage waste. Record keeping procedure for spillage waste. Next one. Which are the handling and disposal procedures? Which are the handling and disposal procedures? ഏതൊക്കെയാണ്? Next one. Dash is necessary for
successful spillage waste management dash is necessary for successful spillage waste management. Spillage waste management. ഇത് വളരെ അത്യാവശ്യമുള്ളത് ഡാഷ് ആണ്. എന്താണെന്ന് ഇവിടെ അവിടെ നോക്കിയത്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 11 question. 11 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തരാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നേരത്തെ ആദ്യം നമ്മൾ റിവിഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചാപ്റ്ററിന്റെ മുക്കാലൊക്കെ കഴിഞ്ഞിരുന്നു. അല്ല കഴിഞ്ഞല്ലേ, ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഫാർമസിയിലേക്ക് നമ്മൾ കടന്നിരുന്നു. അപ്പോഴേക്കും ആണോ അങ്ങനെയാണോ? അതെ മിസ്സേ. റിവിഷൻ നേരത്തെ തുടങ്ങിയതോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർത്തായിരുന്നോ? ഇല്ല ടീച്ചർ. അല്ല, സപ്പോർട്ടീവ് സിസ്റ്റത്തിലേക്ക് വന്നോളൂ തോന്നുന്നു അല്ലെ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയോളൂ തോന്നുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ കുറച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് തുടങ്ങിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് തരും. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാമെന്നാ പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കയ്യിലേക്ക് വന്നത്. അത് ഇപ്പൊ അടുത്ത് തീർത്തത്. ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ റിവിഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അടുത്ത ദിവസം മുതൽ ഇനി അങ്ങനെ ആയിരിക്കും അടുത്ത ക്ലാസ് തുടങ്ങി കേട്ടാ. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കാം. വായിച്ച് മനസ്സിലാക്കുമ്പോ സ്പില്ലേജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്ന് നോക്കി എടുത്ത് കാണാം. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ ബൈ. അടുത്ത ദിവസം. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഓക്കെ താങ്ക് യു ടീച്ചർ. താങ്ക് യു.